السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنة رضي الله عنها أمر الولادة وحان بروز شمس السعادة تلألأ الحق نورا أضاء ونشرت له في الكون أعلام الرضا. ثم لما جاء وقت الولادة പിന്നീട് പ്രസവ സമയം അടുത്തു വന്നപ്പോൾ വഖറജ മൻഷൂർ സആദ വിജയത്തിൻ്റെ വിളംബരം പുറത്തു വരികയും ചെയ്തപ്പോൾ വജദ്ദ ബി ആമിനത അംറുൽ വിലാദ ആമിന ബീവിക്ക് പ്രസവകാര്യം ഉറപ്പാവുകയും ചെയ്തപ്പോൾ വഹാന ബുറൂസ് ഷംസി സആദ വിജയത്തിൻ്റെ സൂര്യനായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സമയമായപ്പോൾ തലഅലൽ ഹഖ് നൂറൻ അളാഅ തിളക്കമാറുന്ന പ്രകാശത്താൽ സത്യം മിന്നിത്തിളങ്ങി. വനുശിറത് ലഹു ഫിൽ കൗനി അഅലാമുർ റിള അത് കാരണമായി പ്രപഞ്ചത്തിൽ തൃപ്തിയുടെ കൊടികൾ ഉയർത്തപ്പെട്ടു. ഇത്രയും വരിയുടെ അർത്ഥമാണ് ഇപ്പം നമ്മൾ വിശദീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അരികിൽ നിന്നും ലോകാനുഗ്രഹിയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു എന്ന സന്തോഷത്തിൻ്റെ വിളംബരമാണ് അന്നാമൂസുൽ ആലം എന്ന സ്ഥാനപ്പേരുള്ള ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വിജയത്തിൻ്റെ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഐഹികവും പാരത്രികവുമായ വിജയത്തിൻ്റെ സൂര്യനാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാണ് ലോകത്ത് ആർക്ക് എന്ത് വിജയം ലഭിക്കുന്നുവെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ കാരണമായിട്ടാണ്. ചിലയിടങ്ങളിൽ തലഅലൽ ഹഖ് എന്നതിനു പകരം തലഅലൽ ജവ്വു അന്തരീക്ഷം പ്രകാശിച്ചു എന്നും കാണാം. രണ്ട് രൂപത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് ചില പണ്ഡിതന്മാർ തലഅലൽ ഹഖ് വൽ ജവ്വു എന്ന് ഒരുമിച്ച് പ്രയോഗിക്കുന്നതായും കേട്ടിട്ടുണ്ട്. സന്തോഷത്തിൻ്റെ കൊടികളിൽ ഒരു കൊടിക്കീഴിലും മറ്റൊന്ന് പടിഞ്ഞാറിലും, സന്തോഷത്തിൻ്റെ കൊടികളിൽ ഒരു കൊടി കിഴക്കിലും മറ്റൊന്ന് പടിഞ്ഞാറിലും മറ്റൊന്ന് കഅബാലയത്തിൻ്റെ ചാരത്തും അന്തരീക്ഷത്തിൽ നാട്ടപ്പെട്ടതായി പ്രസവത്തിൻ്റെ അല്പം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ടവരാണ് എന്ന് അറിയിക്കാനാണ് ഈ കൊടികൾ നാട്ടപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോൾ വളരെ മഹത്വത്തോടെ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള സന്നാഹങ്ങളാണ് ഈ അത്ഭുത സംഭവങ്ങളെല്ലാം എന്ന് മഹത്തുക്ക രേഖപ്പെടുത്തിയതായി കാണാം. وإذا بطائر أبيض قد سقط من الهوى فمر بجناحيه على بطن آمنة رضي الله عنها مسرعا فضرب المخاض ليلة الاثنين 12 من شهر ربيع الأول وولدت صبيحتها نبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين. وإذا بطائر أبيض അപ്പോൾ ഒരു വെളുത്ത പക്ഷി കസ്സഖത മിനൽ ഹവ അന്തരീക്ഷത്തിൽ നിന്ന് താഴേക്ക് വീണു. ഫമറ ബിജനാഹൈഹി അതിൻ്റെ 2 ചിറകുകൾ വിടർത്തിക്കൊണ്ട് പറന്നു. അലാ ബത്നി ആമിനത്ത് റളിയല്ലാഹു അൻഹ ആമിന ബീവിയുടെ വയറിന് മുകളിലൂടെ. മുസ്രിഅ വളരെ വേഗത്തിലാണ് പറന്നത്. ഫളറബ അൽ മഖാൽ ആ സമയത്ത് മഹദിക്ക് പ്രസവ വേദനയുണ്ടായി. ലൈലത്തുൽ ഇസ്നൈനി 12 മിൻ ഷഹ്രി റബീഉൽ അവ്വൽ അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലായിരുന്നു. വലദത്ത് സ്വബീഹത്തഹ നബിയ സഖലൈൻ ആ പ്രഭാതത്തിൽ മനുഷ്യരുടെയും ജിന്നുകളുടെയും പ്രവാചകരായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും സ്വഹാബികളുടെ മേലിലും അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. ആമിന ബി റളിയല്ലാഹു അൻഹയുടെ വയറിന് മുകളിലൂടെ പക്ഷി പറന്നു പോയത്
മഹദിയുടെ പേടി മാറ്റാൻ വേണ്ടിയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു പക്ഷി വന്ന് എൻ്റെ നെഞ്ചിൽ തടവുകയും അത് കാരണമായി എൻ്റെ എല്ലാ പ്രയാസങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്തു. ഇവിടെ മഹാൽ എന്നതിന് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു നൽകിയ വിശദീകരണം പുറപ്പെടുന്ന സമയത്തുള്ള കുഞ്ഞിൻ്റെ ചലനം എന്നാണ്. സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാവാറുള്ള വേദനയൊന്നും ആമിന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, വഹി ഇറങ്ങിയത്, ഹിജറ പോയത്, മദീനയിൽ പ്രവേശിച്ചത്, മക്ക വിജയം തുടങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന സംഭവങ്ങളും നടന്നത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ തിങ്കളാഴ്ചക്ക് ഇത്രയും വലിയ മഹത്വം നൽകുന്നതും ആ ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നതും തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ സുന്നത്തുള്ളതും വളരെ പുണ്യമുള്ളതുമാണ്. പണ്ഡിതന്മാരും ആരിഫീങ്ങളൊക്കെ തിങ്കളാഴ്ച നോമ്പ് മുടങ്ങാതെ നിർവഹിച്ചു വരുന്നവരാണ്. തിങ്കളാഴ്ചയിലെ നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത് എന്നാണ്. ചില റിവായത്തുകളിൽ ആ ദിവസത്തിലാണ് എനിക്ക് വഹി ഇറങ്ങിയത് എന്നും കാണാം. അതുകൊണ്ട് തിങ്കളാഴ്ച നാം നോമ്പ് നോൽക്കുകയും സ്വലാത്തുകളും ബുർദയും മറ്റു മദ്ഹുകളും അധികരിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ അരക്കെട്ടിൻ്റെ ഭാഗത്ത് പ്രത്യേകമായി തുറക്കപ്പെട്ട ഒരു ദ്വാരത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു വന്നത്. സാധാരണ കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെടുന്നത് പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത് എന്ന് തുഹ്ഫത്തുൽ മുസ്താഖീൻ പോലുള്ള ചില കിതാബുകളിലുണ്ട്. കുഞ്ഞായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റത്തൻ വഅസീല എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് ഈ ലോകത്തേക്ക് കടന്നു വന്നത് എന്ന് എല്ലാ വിഷയത്തിലും ഉണ്ടായ പോലെ ഇവിടെയും ഒരു അസാധാരണത്വം പ്രകടമായിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.